അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, 4-ാം ദിവസമുള്ള രക്ഷാ ദൗത്യമാണ്. ബെയിലിപ്പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാ ദൗത്യമാണ്. നിർണായകമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് അവിടെ നടക്കുക. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആതിര, ഇന്നിപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്താനാകും എന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റെ മന്ദത ഉണ്ടായിരുന്നില്ല. ആ കാലാവസ്ഥ പ്രതികൂലമായതുപോലും ബാധിക്കാതെയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് റെഡ് അലർട്ട് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത്രയധികം ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. ഇന്ന് ഓഗസ്റ്റ് 2-ന് വയനാട്ടിലെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും കനത്ത മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ചൂരൽമലയുടെ ചില പ്രദേശങ്ങളിലുമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രമാണ് കാലാവസ്ഥാപരമായി അല്ലെങ്കിൽ പ്രതികൂലമായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. എങ്കിലും ഇന്ന് കൂടുതൽ വാഹനങ്ങൾ ഈ ബെയിലി പാലത്തിലൂടെ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നത് ഒരു കൂടുതൽ ഊർജ്ജമേകും എന്ന് തന്നെ കരുതാം. ഇന്നലെ എത്തിച്ചതിനേക്കാളും അധികം ഉപകരണങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും അടക്കമുള്ളവ ഇന്ന് എത്തിക്കാൻ കഴിയും. കൂടുതൽ യന്ത്രങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ദിവസം തന്നെ രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് കോൺക്രീറ്റ് കട്ടർ അടക്കമുള്ളവ ലഭ്യമാക്കണമെന്ന്. പലയിടത്തും വീടിനൊപ്പം ഉയരത്തിൽ ചളി മൂടിക്കിടക്കുന്നതിനാൽ തന്നെ അതിനുള്ളിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുക ഏറെക്കുറെ അസാധ്യമെന്ന് തന്നെ പറയേണ്ടിയിരുന്നു. പലപ്പോഴും മേൽക്കൂര പൊളിച്ച് അതിനുള്ളിലൂടെ താഴേക്ക് ഇറങ്ങിയാണ് മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ മേൽക്കൂര പൊളിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കോൺക്രീറ്റ് പോലുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ പോലും ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കോൺക്രീറ്റ് കട്ടർ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കട്ടർ വേണം എന്ന രീതിയിൽ രക്ഷാപ്രവർത്തകർ ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. മുട്ടറ്റം ചെളിയിലൂടെ നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ അത്തരം ഉപകരണങ്ങൾ എത്തിക്കുക പ്രായോഗികമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞതോടുകൂടി വാഹനങ്ങൾക്ക് ഇവിടേക്ക് പോകാമെന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വൈദ്യുതി ബന്ധം ഏറെക്കുറെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യ ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതി ഉപയോഗിച്ചും അല്ലാതെയും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധനം ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കുന്ന ഗ്യാസ് കട്ടറുകൾ പോലുള്ളവ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടറുകൾ ഇന്നിപ്പോൾ ഉപയോഗിക്കാമെന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കൂടുതൽ വീടുകൾക്കും അതുപോലെ തന്നെ കെട്ടിട അവശിഷ്ടങ്ങൾക്കുമെല്ലാം അടിയിൽ പരിശോധന നടത്താനാകും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ വൻമരങ്ങൾ വലിയ കൂട്ടമായി കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിനടിയിൽ നിന്ന് ആദ്യ ദിവസങ്ങളിലെല്ലാം കണ്ടെടുത്തത് 28-ലധികം മൃതദേഹങ്ങളാണ്. അന്ന് തന്നെ നാട്ടുകാർ അതിനടിയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന സംശയം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ആ മരക്കൂട്ടങ്ങളെല്ലാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ മരങ്ങളെല്ലാം കുറച്ചുകൂടി ഫലപ്രദമായി മുറിച്ചു മാറ്റാനും ഈ അവശിഷ്ടങ്ങൾ JCB അടക്കമുള്ള മണ്ണുമന്ത്രി യന്ത്രങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ച് അവയെല്ലാം നീക്കി പരിശോധന നടത്താനും കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ അതേസമയം ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇനി ജീവനോടെ ആരെയും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് സൈന്യം പറയുന്നത്. മനുഷ്യസാധ്യമായ രീതിയിലെല്ലാം ചെയ്തു. ജീവനോടെ രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും ഇന്നലെ തന്നെ രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും ഏറെക്കുറെ ഇനി കണ്ടെത്താനുള്ളവരെ മൃതദേഹങ്ങൾ മാത്രമായിരിക്കും കണ്ടെത്താനുള്ളത് എന്നാണ് കരുതുന്നത്. ഈ ദുരന്തത്തിന് മുൻപത്തെ കണക്കനുസരിച്ച് മുണ്ടക്കൈയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 2244 ആളുകളുണ്ട് എന്നായിരുന്നു. ചൂരൽമലയിൽ 1000-ലധികം ആളുകളുണ്ടായിരുന്നു. അട്ടമലയിൽ 1170-ലധികം ആളുകളുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും അതുപോലെ തന്നെ അവർ ആദ്യ ദിവസം തൊട്ട് നടത്തിയ വിവരശേഖരണം റേഷൻ കാർഡുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കുടുംബങ്ങളുടെയും ആളുകളുടെയും എണ്ണം മുതലായവ തിരിച്ചുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ മുണ്ടക്കൈയിലെ 270ഓളം വീടുകൾ ഉണ്ടായിരുന്നതിൽ അവശേഷിക്കുന്നത് 20-ൽ താഴെ മാത്രം വീടുകളാണ്. 270 വീടുകളുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് 20 വീടുകൾ. ചൂരൽമലയിലാകട്ടെ 500-ലധികം വീടുകൾ ഉണ്ടായിരുന്നതിൽ 200 വീടുകളാണ് ഇപ്പോഴുള്ളത്. അട്ടമലയിൽ 300 വീടുകൾ ഉണ്ടായിരുന്നതിൽ 50ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നുപോയി. ഇത്തരത്തിൽ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ ഒരു നാട് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം തന്നെ
ഒന്നാകെ ഇല്ലാതായിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ദൃശ്യങ്ങളിലായാലും ചിതറി കിടക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും അല്ലാതെ അവിടെ മറ്റൊന്നും തന്നെ യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. സ്കൂൾ അടക്കമുള്ള വിദ്യാലയം അടക്കമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു പോയിരിക്കുകയാണ്. ഇനി ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചാൽ പോലും ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലടക്കം കഴിയുന്നവരുടെ പുനരധിവാസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിനായിരിക്കും ഇനി ഒരു പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അധികം വൈകാതെ തന്നെ ആരംഭിക്കും. ഇന്നത്തെ തിരച്ചിൽ കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി അല്ലെങ്കിൽ കൃത്യമായ ഒരു പദ്ധതിയോടു കൂടിയാണ് 40 ടീമുകളായിട്ടായിരിക്കും തിരച്ചിൽ നടത്തുക. ഈ ദുരന്ത മേഖലയെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സോണുകളായി തിരിച്ച് ഈ 6 സോണുകളിലുമായി ഈ 40 ടീമുകൾ പരിശോധന നടത്തും. ഈ രക്ഷാദൗത്യത്തിനായി സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് പ്രത്യേക സംഘം എത്തിയിരുന്നു. അവരുടെ DSC അഥവാ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ ഈ 40 ടീമുകളിൽ ഓരോ ടീമുകളിലും ഈ സൈന്യത്തിൻ്റെയും NDRFൻ്റെയും DSGയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഉദ്യോഗസ്ഥർക്ക് പുറമെ നാട്ടുകാരായ 3 പേരും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരിക്കും. ഇത്രയും പേരെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു സംഘം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഓരോ സംഘവും ഇപ്പോൾ നിലവിൽ ഈ തിരച്ചിൽ നടത്തുന്ന 6 സോണുകളിലായി പോയി ഓരോയിടത്തും തിരച്ചിൽ നടത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ജീവനോടെ ആരെയും കണ്ടെത്താൻ കഴിയും എന്ന് സൈന്യം പ്രതീക്ഷ വയ്ക്കുന്നില്ല. മണ്ണിനടിയിൽ പുതങ്ങി കിടക്കുന്നവരടക്കമുള്ളവരെ കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി മൃതദേഹങ്ങൾ ഒഴുകി വന്ന സ്ഥലമാണ് ചാലിയാർ പുഴ. അപ്പോൾ ചാലിയാർ പുഴയിലും തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ചാലിയാർ പുഴയുടെ തീരത്ത് ഏതാണ്ട് 40 കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ചാലിയാറിൽ നിന്നും കണക്കുകൾ അനുസരിച്ച് കണ്ടെടുത്തത് 172 മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളുമാണ്. ഇതിൽ തിരിച്ചറിഞ്ഞതും തിരിച്ചറിയപ്പെടാത്തതുമായ നിരവധി മൃതദേഹ ഭാഗങ്ങൾ പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാറിലൂടെ ഒഴുകി വരുന്ന ആ ഒരു റൂട്ടിൽ ഏതാണ്ട് 40ഓളം കിലോമീറ്റർ അല്ലെങ്കിൽ 38 കിലോമീറ്ററുകളുണ്ട്. മുണ്ടക്കൈ പുഴ ചാലിയാർ പുഴയിൽ ചെന്ന് ചേരുന്ന ഇടത്തു നിന്നും 38 കിലോമീറ്റർ അകലെയാണ് പോത്തുകല്ല് വരുന്നത്. ആ പോത്തുകല്ലിൽ നിന്നെല്ലാമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വഴികളിൽ എവിടെയെങ്കിലും വലിയ പാറകൾ അടക്കമുള്ളവ ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും മൃതദേഹ ഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കമ്പിളിപ്പാറ വനത്തിനുള്ളിലും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി വനമേഖലയിലുമെല്ലാം ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാറിൻ്റെ തീരം കേന്ദ്രീകരിച്ച് 40 കിലോമീറ്റർ പരിധിയിലുള്ള ഒരു തിരച്ചിലിനാണ് ഇന്ന് ഇവർ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും ഇത്തരത്തിൽ ഈ മലപ്പുറത്തുള്ള തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. സൈന്യത്തിന് പുറമെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും സ്വയം മുന്നോട്ട് വരികയും തിരച്ചിൽ നേരത്തെ തന്നെ ആരംഭിക്കുകയും വെള്ളാറം